ഹലോ ഗൈസ്, എല്ലാവർക്കും നമസ്കാരം. ഭക്ഷണം സ്വയം തൃപ്തി നൽകുന്നു, വസ്ത്രം മറ്റുള്ളവരെ തൃപ്തിപ്പെടുത്തുന്നു എന്നാണല്ലോ മലയാളത്തിന്റെ നിർമ്മാതാവ് സാന്ദ്ര തോമസ് ഇന്ന് ഫിലിം അസോസിയേഷനിലേക്ക് പത്രിക സമർപ്പിക്കാനായിട്ട് ചെന്നത് പർദ്ദ ധരിച്ചിട്ടാണ്. സാന്ദ്ര തോമസിനെ നമുക്ക് എല്ലാവർക്കും അറിയാം, അവരൊരു നിർമ്മാതാവാണ്. ഫ്രൈഡേ ഫിലിംസിന്റെ ഒരു ഭാഗമായിരുന്നു. വിജയ് ബാബുവിനുമായി ചേർന്ന് അവർ ഒരുപാട് സിനിമകൾ ചെയ്തിട്ടുണ്ട്. ആട് വണ്ണൊക്കെ അവർ ചെയ്തതാണ്. ആട് വണ്ണില് അവരൊരു നല്ല കഥാപാത്രം ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. പിന്നെ സക്രിയയുടെ ഗർഭിണികൾ, അടി കപ്പിയരെ കൂട്ടമടി തുടങ്ങി ഒരുപാട് സിനിമകൾ അവര് ചേർന്ന് നിർമ്മിച്ചിട്ടുണ്ട്. പിന്നീട് അവര് വിജയ് ബാബുനുമായിട്ട് അടിച്ച് പിരിഞ്ഞ് വേറൊരു സ്വതന്ത്രമായി സിനിമ നിർമ്മിക്കുക എന്നുള്ള രീതിയിലേക്ക് വന്നിട്ട് വീണ്ടും കുറച്ച് സിനിമകൾ റീസെന്റ് ചെയ്തിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഷൈനികത്തിനൊക്കെ വെച്ചിട്ട് ഒരു പുതിയൊരു സിനിമ ചെയ്തിട്ടുണ്ടായിരുന്നു അവര്. അപ്പോ ഇങ്ങനെ ഒരു പർദ്ദ ധരിച്ച് അവർ ഫിലിം പ്രൊഡ്യൂസർ അസോസിയേഷനിലേക്ക് അവരുടെ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനായിട്ട് ചെന്നതായിരുന്നു. അപ്പൊ എന്തുകൊണ്ടാണ് അവർ പർദ്ദ ധരിക്കാനുള്ള കാരണം എന്ന് അവർ ചോദിച്ചപ്പോൾ അപ്പോൾ പറഞ്ഞത്, ഇത് ഇവിടേക്ക് വരുമ്പോൾ, അതായത് ഈ അസോസിയേഷനിലേക്ക് വരുമ്പോൾ ഇവിടെയുള്ളവരൊക്കെ ഞരമ്പ് രോഗികളാണ്. അപ്പൊ അവരുടെ അടുത്തേക്ക് ചെല്ലുമ്പോൾ കുറെ കൂടെ കംഫർട്ടബിൾ ഈ ഒരു വസ്ത്രമാണ് എന്നാണ് അവർ പറഞ്ഞത്. മാത്രമല്ല, ഈ ഒരു വസ്ത്രധാരണം കണ്ടിട്ട് ഏതെങ്കിലും മലപ്പുറത്തെ കാക്കന്മാര് ഇവര് ഞമ്മന്റെ ആളായി എന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ, അത്തരം ഒരു മതചിന്ത ആരുടെയെങ്കിലും മനസ്സിൽ വന്നിട്ട് ഇവരുടെ സിനിമ കാണാൻ പോവാം എന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ഒരു ചെറിയ ട്വിസ്റ്റ് ഉണ്ട്. കാരണം ഇവര് പറഞ്ഞത്, ഞാൻ ഈ ഒരു വസ്ത്രം ധരിക്കാനുള്ള മറ്റൊരു കാരണം ബൈബിളിലെ സാറ എന്ന കഥാപാത്രത്തിന്റെ ഒരു വസ്ത്രധാരണ രീതി ഇതായിരുന്നു. അപ്പൊ അതുകൊണ്ട് കൂടിയാണ് ഞാൻ ഈ ഒരു വസ്ത്രധാരണം തെരഞ്ഞെടുക്കാനുള്ള കാരണം എന്നുള്ളതാണ്. അതെന്തായാലും മലയാളികൾക്ക് വലിയ ഒരു അറിവാണ്. എന്നെ പോലുള്ള ആളുകൾക്ക് തീർച്ചയായിട്ടും അതൊരു വലിയ അറിവാണ്. ഞാൻ വിചാരിച്ചിരുന്നത് ഇത്രയും നാള് അതൊരു മുസ്ലിം മതവിഭാഗത്തിന്റെ ഒരു പർട്ടിക്കുലർ ആളുകളുടെ ഒരു വസ്ത്രധാരണമാണ് എന്നായിരുന്നു വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. അതൊരു ക്രിസ്തീയമായിട്ടുള്ള ഒരു വസ്ത്രധാരണമായിരുന്നു എന്നതുകൂടി അറിഞ്ഞതിൽ വളരെയധികം സന്തോഷം. എന്തായാലും ഈ ഒരു വസ്ത്രധാരണം, ഈ ഒരു ബൈബിളും ഈ ബൈബിളിലെ കഥാപാത്രങ്ങളൊക്കെ അന്നാരാജനും അതുപോലെ സാനിയ ഈയപ്പനൊക്കെ ഒന്ന് അറിഞ്ഞിരുന്നെങ്കിൽ നല്ലതാണ്. സാന്ദ്ര തോമസിന്റെ ഇനി അടുത്ത സിനിമകളിൽ ഇവരെ കൂടി ഉൾപ്പെടുത്തി ഈ ഒരു ബൈബിൾ അവർക്ക് കൈമാറി സാറയെ കുറിച്ചിട്ടുള്ള കൂടുതൽ കാര്യങ്ങൾ സാന്ദ്ര തോമസ് ഇവർക്കൊക്കെ പകർന്നു കൊടുത്താൽ നല്ലതായി. മാത്രവുമല്ല, പുതിയ കുറെ നടിമാരുണ്ട്. ഒരു 1-2 പാട്ട് സീനുകളോ അല്ലെങ്കിൽ 1-2 സിനിമകളിലൊക്കെ നായികയായിട്ട് അഭിനയിച്ച് കുളിക്കുന്നിടത്തുനിന്ന് ഓടി വന്ന പോലത്തെ വസ്ത്രം ധരിച്ച് ക്യാമറയുടെ മുന്നിൽ നിൽക്കുകയും എന്നിട്ട് ഏതെങ്കിലും ക്യാമറാമാൻ ഏതെങ്കിലും യൂട്യൂബ് ചാനൽ അവരുടെ ഫുട്ടേജ് എടുക്കുമ്പോൾ ആ ആംഗിളിൽ നിന്ന് എടുത്തു, ഈ ആംഗിളിൽ നിന്ന് എടുത്തു, മറ്റേ ആംഗിളിൽ നിന്ന് എടുത്തു എന്നൊക്കെ പറയുന്ന നടിമാരും ഈ ബൈബിളിലെ സാറയെ ഒന്ന് ഓർമ്മപ്പെടുത്തണം, അല്ലെങ്കിൽ സാറയെ കണ്ടു പഠിക്കണം എന്നാണ് പറയാനുള്ളത്. അതിനുകൂടി സാന്ദ്ര തോമസിന് കഴിയട്ടെ. കാരണം ഒരുപാട് വിവാദങ്ങൾ അങ്ങനെയും ഒതുങ്ങും എന്നാണ് തോന്നുന്നത്. കാരണം ഇതുപോലെ ഇത്രയും നൂറുകണക്കിന് ആയിരക്കണക്കിന് വരുന്ന തിയേറ്ററിൽ വരുന്ന ആളുകൾ ഇവരെയൊന്നും ചിലപ്പോൾ ശ്രദ്ധിച്ചെന്ന് വരില്ല. ചിലപ്പോൾ അറിയാതെ തട്ടുകയോ മുട്ടുകയോ, മാത്രമല്ല ഈ ക്യാമറ ആംഗിള് നമ്മൾ ഐ ആംഗിളിൽ വെച്ചാൽ പോലും കാണുന്നതൊക്കെ കാണാം എന്നുള്ള വിധത്തിലുള്ള വസ്ത്രധാരണമാണ് പല നടിമാരും സിനിമ കാണാൻ വരുമ്പോഴും അല്ലെങ്കിൽ ക്യാമറയ്ക്ക് മുന്നിൽ വരുമ്പോഴൊക്കെ ധരിക്കാറുള്ളത്. അപ്പൊ അങ്ങനത്തെ ഉള്ള ആളുകൾക്കും കൂടി സാന്ദ്ര തോമസ് ഒരു വലിയ മാതൃകയാണ് എന്നാണ് പറയാനുള്ളത്. മാത്രവുമല്ല, സാന്ദ്ര തോമസ് ഉൾപ്പെടുന്ന ഈ ഒരു സിനിമാ മേഖല ഒരു സങ്കരയിന കലയാണ്. അപ്പൊ ഒരു കാര്യത്തിനെ പർട്ടിക്കുലർ മെൻഷൻ ചെയ്യുക അല്ലെങ്കിൽ ഒരു മതവിഭാഗത്തിന്റെ ഒരു രീതി പിന്തുടരുക എന്നൊക്കെ പറയുന്നത് തീർച്ചയായിട്ടും സാന്ദ്ര തോമസിന്റെ ഒരു വലിയ മതചിന്ത കൂടി അതിൽ നിന്ന് ഉയർന്നു വരുന്നുണ്ട്. ക്രിസ്ത്യാനികൾ മാത്രം ഞങ്ങളുടെ സിനിമ കണ്ടാൽ മതി, അല്ലെങ്കിൽ ചില ക്രിസ്ത്യാനികൾക്ക് കൂടി അങ്ങനെ ഒരു ചിന്തയുണ്ട്. കാരണം അവര് പലപ്പോഴും പ്രൊഡ്യൂസറെ നോക്കിയിട്ടാണ് സിനിമ കാണാൻ പോവുക. സ്റ്റീഫൻ ക്രിസ്ത്യാനി ആണല്ലോ എന്ന് കരുതിയിട്ട് കുറെ ക്രിസ്ത്യാനികൾ സിനിമ കാണാൻ പോകുന്നവരെ എനിക്കറിയാം. അപ്പോ ആ രീതിയിൽ കൂടി ഒരു ടാർഗറ്റ് ചെയ്തിട്ടാണ് സാന്ദ്ര തോമസ് ചിലപ്പോൾ ഇത് പറഞ്ഞിട്ടുണ്ടാവുക. കാരണം ബൈബിൾ വായിക്കുന്ന കുറെ ക്രിസ്ത്യാനികൾ സാന്ദ്ര തോമസിന്റെ സിനിമ കാണട്ടെ എന്നുള്ള ഒരു ചിന്ത കൂടി സാന്ദ്ര തോമസിന്റെ ഉള്ളിലുണ്ട് എന്നുള്ളത് വളരെ വ്യക്തമാണ് ഈ കാര്യങ്ങൾ തുറന്നു പറയുന്നതോടുകൂടി. അപ്പൊ എന്തായാലും സാന്ദ്ര തോമസ് ഈ ഒരു വസ്ത്രധാരണം എന്ന് പറയുന്നത് ഓരോ ആളുകളുടെയും കംഫർട്ടബിൾ ആണ്. സാന്ദ്രയ്ക്ക് അതാണ് കംഫർട്ടബിൾ എങ്കിൽ സാന്ദ്ര അത് പിന്തുടരുക. മാത്രവുമല്ല, ഇതുപോലെയുള്ള മതവിഭാഗങ്ങളെ വെച്ച് സിനിമയുടെ ഒരു മേഖലയിൽ പ്രവർത്തിക്കുന്ന ആള് സംസാരിക്കുക എന്നൊക്കെ പറയുന്നത് മറ്റു മതവികാരങ്ങൾ ഉണർത്തുവാൻ അത് വലിയൊരു കാരണമാവും എന്നുള്ളത് സംശയമൊന്നുമില്ല. സിനിമയെ സംബന്ധിച്ചിടത്തോളം മതമോ ജാതിയോ വർണ്ണമോ എന്നുള്ള രീതിയിൽ നിന്നൊക്കെ മാറി ക്രിയേറ്റീവിന്
കഴിവിന്റെ ഒരു തലമാണ് ജനങ്ങളിലേക്ക് എത്തിക്കേണ്ടത്. അപ്പോൾ അതിന് ഉതകുന്ന രീതിയിലായിരിക്കണം അവനവന്റെ സംസാരവും അവന്റെ ശരീരഭാഷയും അതുപോലെ വസ്ത്രധാരണങ്ങളും എല്ലാം തന്നെ അത്തരത്തിലുള്ള രീതിയിലാവുമ്പോഴാണ് ഒരു സമ്പൂർണ്ണ ഒരു കലാകാരനാവുന്നതും ഒരു സമ്പൂർണ്ണ കലാപ്രവർത്തനം നടത്തുന്നവര് ആവുന്നതും. അപ്പോ അത്തരത്തിലുള്ള ഉയർന്ന ചിന്താഗതിയും ഉയർന്ന രീതിയിലുള്ള മനോഭാവവും കലാരംഗത്ത് അത്യാവശ്യമാണ്. എന്തായാലും സാന്ദ്ര തോമസിന് ഇടുങ്ങിയ ചിന്താഗതിയും ഇടുങ്ങിയ രീതിയിലുള്ള കാഴ്ചപ്പാടുകളുമാണ് എന്നതുകൂടി ഈ ഒരു കാര്യത്തിൽ നിന്ന് വ്യക്തമായിട്ടുണ്ട്. എന്തായാലും സാന്ദ്രയുടെ സ്ത്രീപക്ഷ മുന്നേറ്റങ്ങൾ തീർച്ചയായിട്ടും അഭിനന്ദാർഹമാണ്. ഫിലിം പ്രൊഡ്യൂസർ അസോസിയേഷനിലേക്ക് ഒരു വനിതാ പ്രാതിനിധ്യം വരിക എന്നുള്ളതൊക്കെ വളരെ അഭിനന്ദാർഹമായ കാര്യങ്ങളാണ്. അതിന് സാന്ദ്രയ്ക്ക് സാധിക്കട്ടെ. നല്ല കാഴ്ചപ്പാടുകളോടുകൂടി സിനിമ എടുക്കാനും സിനിമ എടുത്ത് പൂർത്തീകരിക്കാനും നല്ല സിനിമകളുടെ ഭാഗമാവാനും ഒക്കെ സാന്ദ്രയ്ക്ക് കഴിയട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.